ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മൾ കൃഷി ചെയ്ത മുളക് ഉണ്ടായല്ലോ, അപ്പോൾ അത് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതൊക്കെ ഓർമ്മ വന്ന് കേട്ടോ. ഒരുപാട് പൊട്ടിച്ച് കഴിഞ്ഞതാണ്. അപ്പം എന്നാലും അത്യാവശ്യത്തിന് മുളകുണ്ട്. അപ്പോൾ അത് നമുക്കൊക്കെ ഒന്ന് ഉള്ളി എടുത്തിട്ട് വേണം. തൈര് മുളക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നല്ല തൈര് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉള്ളി ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തന്ന ചാക്കിലൊരു കൂർക്കയാണ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്തതാട്ടോ. ഇതേപോലെ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറിക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ഈ മുളകൊക്കെ നല്ല വലിയ മുളകൊക്കെ ഫസ്റ്റ് ഒരു 3-4 ട്രിപ്പൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതാട്ടോ. ഓരോരുത്തർക്കും പൊട്ടിച്ച് കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ അധികം ആളില്ലാത്തതുകൊണ്ട് ഒരു കറിയിലേക്ക് നല്ല എരിവുള്ള മുളക് വേണം. അപ്പോൾ 1-2 മുളകിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിന്ന് പഴുത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചാക്കിലാണിത് കൃഷി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൃഷിയുടെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞങ്ങളെ ചാനലിലുണ്ട് മുളക് എങ്ങനെ കൃഷി ചെയ്തെന്ന്. ഇത്രയും ഇങ്ങനെ ബുഷായിട്ട് വരാനും ഇതൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഒരു മുളക് തൈ തട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു 3-4 മുളകൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ നല്ല ബുഷായിട്ട് വരാൻ നിറയെ എല്ലാ കമ്പിലും മുളക് പിടിക്കും കണ്ടോ. എല്ലാ തരം മുളകും ഉണ്ട്. അപ്പോൾ എല്ലാ മുളകും കൂടിയിട്ട് നമുക്ക് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചത്. ഇനി എല്ലാ മുളകും ഇതേപോലെ ഒന്ന് ഓട്ട കുത്തിയെടുക്കണം. അപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. കടലാസ് മുളക്, വെള്ള കടലാസ് മുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതിങ്ങനെ വേസ്റ്റാക്കി കളയണ്ടില്ല. കുറേയൊക്കെ പഴുത്ത് പോയി, കുറേ എല്ലാവർക്കും പൊട്ടിച്ചു കൊടുത്തു. അപ്പോഴേ എനിക്ക് തോന്നി ഇനി ഇത് തൈര് മുളകാക്കി ഉണക്കി വെച്ചാൽ ഏതായാലും മക്കളും എല്ലാവരും വരുന്ന സമയത്തൊക്കെ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് ഓട്ട കുത്തിയെടുക്കണം. അപ്പോൾ ഏതായാലും മെനക്കിടുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്കുള്ളതാവണമല്ലോ വെച്ചിട്ട് എല്ലാ മുളക് കൊണ്ട് നുള്ളിയെടുത്ത്. നല്ല വെയിലുള്ള സമയത്ത് വേണം അത് ചെയ്തെടുക്കാനായിട്ടോ. മഴച്ചാറിൽ കൊള്ളുകയെ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്താണ് പെട്ടെന്ന് പുഴു വരും. കാരണം നമ്മൾ തൈരിലാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ അതാ ഒരുവിധം എല്ലാതും കുത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് തൈര് ഒഴിക്കാനായിട്ട്. മൺചട്ടിയാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. തൈര് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒഴിച്ച് വെക്കണമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അതേപോലെ കല്ലുപ്പും ഉപയോഗിക്കുക. അപ്പോൾ അതാ ഒരു പിടി കല്ലുപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ മുളകിൽ എന്താവും, നല്ല ഉപ്പാവും. ഉപ്പ് കഴിച്ചിരിക്കും. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കണ മുളക് ഞങ്ങൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതാ കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ മുളക് അതിലേക്ക് ഇട്ട് വെക്കുക. ഓട്ട കുത്തിയ മുളക് ഒരു ദിവസം അന്ത്യാവോളം ഫുള്ളായിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് നാളെ രാവിലെ എടുത്തിട്ട് നമുക്കിത് തൈരൊക്കെ വാർന്ന് വെച്ചിട്ട് വേണം വെയിലത്ത് വെക്കാൻ. അപ്പം ഇനി ഇതൊന്ന് ഒതുങ്ങി വന്നാൽ തൈരൊക്കെ മുങ്ങി കിടന്നോളൂ കേട്ടോ. ഇപ്പോൾ അധികം ഇതാവാത്തതും പച്ച ഇതായ കാരണം ഇന്നൊരു ദിവസം അങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുത്താണെങ്കിൽ തൈര് എല്ലാത്തിലും ആവുകയും ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇനി അങ്ങനെ നമുക്കിത് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ വന്നിട്ട് ബാക്കിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. കാരണം കുറച്ച് തൈരിൻ്റെ കുറവ് തോന്നി നോക്കുമ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാനും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ അടുത്ത പിറ്റേ ദിവസം നമ്മൾ രാവിലെ അതൊക്കെ കോരി എടുക്കുകയാണ് വെയിലത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു വാരപ്പാത്രം പോലത്തേക്ക് കോരി, അപ്പക്കോരി പോലത്തേക്ക് കോരിയാകുമ്പോൾ അതിൻ്റെ തൈരൊക്കെ അതിൽ തന്നെ ഇറ്റിപ്പോയിക്കോളും. അങ്ങനെ വാർന്ന് വെച്ചതിന് ശേഷം വേണം നമുക്ക് വെയിലത്തിടാനായിട്ട്. അതൊരു പാത്രത്തിൽ ഞാൻ ഒരു പേപ്പറും കൂടെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊക്കെ കോരിയെടുക്കാം.
നമുക്ക് എന്നിട്ട് ആ തൈര് അവിടെ തന്നെ മൂടി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് വരാം. കണ്ട അപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം വെയിലത്ത് നിന്ന് എടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ തൈരിൽ തന്നെ കൊണ്ടുവന്നിടണം. അപ്പോൾ കടലാസൊക്കെ നനഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ചട്ടിയിലത്തെ തൈര് വറ്റുന്ന വരെ ദിവസവും നമ്മൾ രാവിലെ കോരിയിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുകയും ചെയ്യുക. വൈകുന്നേരം ആ വെയിലത്ത് നിർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ തൈരിൽ തന്നെ കൊടുന്നിട്ട് വെക്കുക. അങ്ങനെ ഈ തൈര് വറ്റുന്ന വരെ നമ്മൾ വെയിലത്തിട്ടിട്ടും തൈരിലിട്ടിട്ടൊക്കെ ആയിട്ട് ലാസ്റ്റ് പിന്നെ തൈര് വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് 2 ദിവസം കൂടി ഉണക്കിയെടുത്താൽ മുളക് കറക്റ്റായി കിട്ടും. ഒരു 4 ദിവസം ഉണ്ടായാൽ മതി കേട്ടോ. 4-5 ദിവസം. 2 ദിവസം തൈര് ഇടണ്ടാവും. അത് കഴിയുമ്പോൾ തൈരൊക്കെ മുളക് വലിച്ചെടുത്തിട്ട് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 4-5 ദിവസം മെനക്കിടണമെന്നേ ഉള്ളൂ. നല്ല വെയിലുള്ള ദിവസങ്ങൾ വേണം എന്നോട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ട, അപ്പോൾ അത് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആ തൈരും കൂടെ അതിലേക്ക് ഇട്ടിട്ട് മുളകൊക്കെ ചുങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ നേരം വെളുത്തത് കോരി കൊണ്ട് വെയിലത്ത് വെക്കുക. അങ്ങനെ ആയിട്ട് ഉണക്കിയാൽ നല്ല ടേസ്റ്റോടെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മുളക് വറുത്ത് കൊണ്ടാട്ടം പൊരിക്കാൻ കേട്ടോ. കാരണം ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ടാവും. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കണ മുളകിൻ്റെ ഈ ഒരു ഇതിൽ ഒരു ഉപ്പ് ചുവയൊക്കെയാണ്, ഉപ്പ് കല്ലിച്ചിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതായ നല്ല ഉണങ്ങി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു വായു കടക്കാത്തൊരു കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.